ഫാമിലിക്കൊപ്പം ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹമുണ്ടോ? അതും വൺ സൈഡ് ഫ്ലൈറ്റും വൺ സൈഡ് ഷിപ്പിലും യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോ. എന്തായാലും ഇത് ഉപകാരപ്പെടും. ഷിപ്പിന്റെ പാക്കേജ് വരുന്നത് 3 നൈറ്റ് 4 ഡേയ്സ് ആണ്. ഇതിൽ സ്കൂബ ഇൻക്ലൂഡ് ആണ്, കയാക്കിംഗ് ഇൻക്ലൂഡ് ആണ്, അതേപോലെ തന്നെ സ്നോക്ലിംഗ്, ഗ്ലാസ് ബോട്ടിംഗ്, 4 ഐലൻഡ് വിസിറ്റിംഗ്, പെർമിറ്റ്, PCC, AC റൂം, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, വൺ സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്, വൺ സൈഡ് ഷിപ്പ് ടിക്കറ്റ്, ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മുടെ ഈ ഷിപ്പിന്റെ പാക്കേജ് എമൗണ്ട് വരുന്നത്. ഇതാണ് നമ്മുടെ പാക്കേജ് എമൗണ്ട് ആയിട്ട് വരുന്ന തുക ഷിപ്പിന്റെ. പക്ഷെ ഇതിനകത്ത് റേറ്റുകൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജിൽ വർധനവ് വന്നാലും അതേപോലെ തന്നെ റൂംസിന്റെ റേറ്റുകൾ വ്യത്യാസം വന്നാലും നമ്മുടെ പാക്കേജുകളിൽ റേറ്റുകളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ PDF ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ വാട്സാപ്പിൽ ലക്ഷദ്വീപ് ഷിപ്പ് പാക്കേജ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ, വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ PDF ഫയൽ അയച്ചു തരാം. അതിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം, ഷിപ്പിൽ യാത്ര ചെയ്യണമോ അതോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമോ എന്ന് തീരുമാനിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഷിപ്പിലെ യാത്ര നമുക്ക് ഇഷ്ടമുള്ള ദിവസത്തിൽ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് 3 മാസം മുന്നേ ബുക്ക് ചെയ്താൽ മാത്രമേ ഷിപ്പിലെ യാത്ര പോസിബിൾ ആയിട്ടുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പാക്കേജ് എടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് ഇതാണ്, സെയിം തന്നെയാണ് ഇതിന്റെ ഐറ്റിനറി വരുന്നത്. പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, റൂമിന്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ടിക്കറ്റിന്റെ വർധനവും അനുസരിച്ച് നമ്മുടെ പാക്കേജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഫ്ലൈറ്റിന്റെ പാക്കേജ് 1 മാസം മുന്നേ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഐറ്റിനറി ലഭിക്കണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ പേജിൽ ഇതുപോലത്തെ ഒരുപാട് പാക്കേജുകളുടെ ഡീറ്റെയിൽ ഉണ്ട്. നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.